രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് 10ാമത്തെ ദശകം 7ാമത്തെ ശ്ലോകം 103ാമത്തെ എപ്പിസോഡ്. ഇതിനു മുമ്പുള്ള 10 ദശകങ്ങളിൽ 9 ദശകങ്ങളും 10ാമത്തെ ദശകവും നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ്, ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണന്റെ സർവസ്വവുമായ രാധാറാണിയുടെ ക്ലാസ്, എല്ലാ ബുധനാഴ്ചയും ഭജഗോവിന്ദത്തിന്റെ ക്ലാസ്, എല്ലാ വ്യാഴാഴ്ചയും ജയദേവ കവിയുടെ ജീവിതകഥ. നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ജയദേവ കവിയുടെ ജീവിത കഥയാണ്. ആ കഥ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതേ കണക്ക് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് നേരിട്ട് വന്നതിൻ്റെ അടുത്ത് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്. നിങ്ങൾക്ക് ആൺകുട്ടിക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമില്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ രീതി. അതേ കണക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ എൻ്റെ നമ്പർ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, പിന്നെ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ 9645333999 വിളിച്ചാൽ മതി. പ്ലേലിസ്റ്റ് എടുത്ത് നിങ്ങൾ അഷ്ടാവക്ര ഗീത കേൾക്കണേ. അത് കേൾക്കാതെ നിങ്ങളുടെ ആത്മാവി ഭൂമിയിൽ നിന്ന് പോകാൻ അനുവദിക്കരുത്. അതേ കണക്ക് നിങ്ങൾ രാധികാ കവചത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് കേട്ടിട്ട് വേണം രാധികാ കവചം ചൊല്ലാനായിട്ട്. അത് പ്ലേലിസ്റ്റിലുണ്ട്. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറാണ്. നിങ്ങൾക്കതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ്. പിന്നെ രാധികാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും, പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവ. അതേ കണക്ക് തന്നെ പിന്നെ നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് നമ്മൾ സന്ദർശിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച്, അവിടുത്തെ വഴിപാടുകളെക്കുറിച്ച്, പിന്നെ ശ്രീബുദ്ധ ഭഗവാന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ, അത് ഞാൻ ഭയങ്കര റിസർച്ച് നടത്തിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളത് കേൾക്കണേ. അതേ കണക്ക് ഭക്തമീരയുടെ കഥയുണ്ട്. നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് നിങ്ങൾക്ക് ഒരുപാട് അറിവ് നൽകുന്ന, പോസിറ്റീവ് എനർജി നൽകുന്ന
നൽകുന്ന മോട്ടിവേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആർക്ക് കിട്ടുന്നതാണ്? നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നിങ്ങളത് കേൾക്കണം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. അപ്പം നമുക്ക് തുടങ്ങാം. ഇന്ന് നാരായണീയത്തിൻ്റെ ക്ലാസ്. ഇന്നത്തെ നാരായണീയം നമുക്ക് പാടിത്തരുന്നത് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള UK-യിലെ ആശയാണ്. ആശയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നോക്കൂ, എൻ്റെ മൊബൈൽ എന്ന് കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞപ്പോൾ 30,000 രൂപ അടച്ച് എനിക്ക് പുതിയ മൊബൈൽ അയച്ചു തന്ന ആളാണ്. ആശയോട് എന്താ പറയേണ്ടത്? ഞാൻ ആശേ, എൻ്റെ കയ്യിൽ നിന്ന് ഈ പൈസ തിരിച്ചു വാങ്ങിക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആശയെ നാണം കെടുത്തിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ഞാൻ പറയും, ഇതാ നോക്ക്, എനിക്ക് അയച്ചു തന്ന ആളാണ്. ഇത് പറയാതിരിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എത്രയും വേഗം ആ പൈസ തിരിച്ചു വാങ്ങിക്കുക. അങ്ങനെ ആശ നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? ആശയാണ്. അപ്പോൾ നമുക്ക് വലിയ ഉപകാരിയാണ് ആരെന്ന് പറയുന്നത് ആശ. എൻ്റെ എല്ലാ വിധത്തിലുള്ള ഇപ്പോൾ ഓരോരുത്തർ പാടുന്ന വീഡിയോ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ ആവശ്യമുള്ളതൊക്കെ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരും. അതേ കണക്ക് തന്നെ എൻ്റെ ചില വീഡിയോ ഞാൻ ഷോർട്ടാക്കി സ്റ്റാറ്റസ് ഇടും. അതൊക്കെ ചെയ്തു തരുന്നത് ആശയാണ്. അപ്പോൾ ആശയെ നോക്കൂ, എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ വീണ്ടും നാണം കെടുത്തും. അപ്പം ഇത് പാടാൻ പോകുന്നത് ആരാണ്? എനിക്ക് മൊബൈൽ വാങ്ങിച്ചു തന്ന 30,000 രൂപ അടച്ച് മൊബൈൽ വാങ്ങിച്ചു തന്ന UK-യിലെ ആശയാണ്. ആശ അതിമനോഹരമായി പാടുകയാണ്. കേട്ടുകൊള്ളൂ. തസ്യാദ സർഗരസികസ്യ മരീചിരത്രീ സത്രാംഗിരാഹ ക്രതുമുനി പുലഃ പുലസ്ത്യഃ അംഗാദജായത ഭൃഗുച്ഛ വസിഷ്ഠദക്ഷൗ ശ്രീനാരദച്ഛ ഭഗവൻ ഭവദംഗ്രിദാസഃ. അപ്പോൾ നമ്മുടെ ആശ അത് മനോഹരമായി പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്. നിശ്ചയമായിട്ടും നിങ്ങളത് കാണണം. നിങ്ങളത് കാണാതിരിക്കരുത്. അതൊരു വിശുദ്ധമായ വീഡിയോ ആണ്. അത് തീർച്ചയായിട്ടും കാണണം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം എന്താ ഇവിടുത്തത്? തസ്യാധ സർഗരസികസ്യ മരീചിരത്രിസ്തത്രാങ്കിരാക്രതു മുനി പുലഃ പുലസ്ത്യ അംഗാദജായത ഭൃഗുച്ഛ വസിഷ്ഠ ദക്ഷൗ ശ്രീനാരദച്ഛ ഭഗവാൻ ഭവദംഘ്രിദാസ. അർത്ഥങ്ങൾ എഴുതിക്കൊള്ളൂ. തസ്യ ആ ബ്രഹ്മാവിൻ്റെ, തസ്യ എന്ന് പറഞ്ഞാൽ അവൻ്റെ എന്നാണ്. ഇവിടെ ആ ബ്രഹ്മാവിൻ്റെ. അധ പിന്നെ, സർഗരസികസ്യ അർത്ഥം സൃഷ്ടികർമ്മത്തിൽ രസിക്കുന്നവനായ മരീചിരത്രിസ്തത്താം. കണ്ടോ, ഇങ്ങനെയാണ് മരീചിരത്രിസ്തത്രാങ്കിര. അത് പിരിച്ചെഴുതിയാലേ നിങ്ങൾക്ക് പിടികിട്ടും, ഇല്ലെങ്കിൽ നിങ്ങളുടെ വായിൽ കൊള്ളത്തില്ല. ആ വാക്ക് കേട്ടല്ലേ, മരീചിരത്രിസ്തത്രാങ്കിര. പിരിച്ചെടുത്ത് മരീചി അധികം അത്രി അധികം തത്ര അധികം
അങ്കിര. അപ്പൊ ഇനി എളുപ്പമാണ്. ഈ വരിയുടെ അർത്ഥം എന്താണ്? മരീചി, അത്രി, അങ്കിരസ്. മരീചി, അത്രി, അങ്കിരസ്. അതായത് ഇവരൊക്കെ ഓരോ മുനിമാരുടെ പേരാണ്. ക്രതുമുനി, അതും ഒരു മുനിയുടെ പേരാണ്. പുലഹ, അത് പുലഹൻ എന്ന മുനി. പുലസ്ത്യ, അത് പുലസ്ത്യൻ എന്ന മുനി. ഭൃഗുച്ഛ, ഭൃഗുച്ഛ എന്ന് പറഞ്ഞാൽ പിന്നെ ഭൃഗുവും. ഭൃഗുച്ഛ, പിന്നെ ഭൃഗുവും. അപ്പൊ അടുത്തത് വസിഷ്ഠ ദക്ഷവും, വസിഷ്ഠനും ദക്ഷനും. ശ്രീനാരദച്ഛ, സാക്ഷാൽ ശ്രീനാരദ മുനിയും. ഭഗവൻ, ഹേ ഭഗവാൻ. ഭവദംഗ്രിദാസ, അങ്ങയുടെ പാദദാസനായ, അങ്ങയുടെ പാദദാസനായ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ സൃഷ്ടിയിൽ രസിക്കുന്നവനായ ആ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന്, മനസ്സിലായില്ലേ? സൃഷ്ടിയിൽ രസിക്കുന്നവനായ ആ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് മരീചി, അത്രി, അങ്കിരസ്, ക്രതു, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ തുടങ്ങിയ മുനിമാര് ജനിച്ചു. അല്ലയോ ഭഗവാനെ ശ്രീകൃഷ്ണ, അതായത് മഹാവിഷ്ണു, പിന്നീട് അങ്ങയുടെ പാദദാസനായ ശ്രീനാരദനും ജനിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ആശയം എന്താണെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ പിടികിട്ടിയല്ലോ ഇല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ സൃഷ്ടികർമ്മത്തിൽ രസിക്കുന്നവനായ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് കുറെ മുനിമാര് ജനിക്കുകയാണ്. ആ മുനിമാരാണ് ആരെന്ന് പറയുന്നത്? മരീചി, അത്രി, അങ്കിരസ്, ക്രതു, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ ഇവരൊക്കെ ജനിക്കുകയാണ്. പിന്നീടാണ് ആ ഭഗവാന്റെ ആ പാദദാസനായ ശ്രീ നാരദ മുനിയുടെ ജനനം. അപ്പൊ ഈ ശ്ലോകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ശ്ലോകത്തില് ബ്രഹ്മാവിനെ സർഗരസികനായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് സൃഷ്ടികർമ്മം നടത്തുന്നതിൽ വളരെ സന്തോഷമുള്ളവനായിട്ടാണ് പറയുന്നത്. എന്നാൽ ഈ സർഗരസികതയ്ക്ക് ഇടയ്ക്ക് ബ്രഹ്മാവിന് കോട്ടം തട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളത് കണ്ടതാണ്. സൃഷ്ടികർമ്മത്തിന് വേണ്ടി സനകാദികളെ പ്രേരിപ്പിച്ചു. ആ പ്രേരിപ്പിച്ചത് ഫലിച്ചില്ല. ആ സമയത്ത് ബ്രഹ്മാവിൻ്റെ സർഗരസികതയ്ക്ക് വല്ലാത്ത നിരാശ നേരിട്ടു. അത് കഴിഞ്ഞിട്ട് സൃഷ്ടി നടത്താൻ പ്രേരിപ്പിച്ചത് രുദ്രനെയാണ്. പക്ഷേ ഈ രുദ്രന്റെ സൃഷ്ടികളുണ്ടല്ലോ, ആ രുദ്രന്റെ സൃഷ്ടികള് ആർക്കിഷ്ടപ്പെട്ടില്ല? ബ്രഹ്മാവിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രവുമല്ല, രുദ്രന്റെ സൃഷ്ടികള് ബ്രഹ്മാവിനെ എന്തു ചെയ്തു? വല്ലാതെ ഭീതിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ബ്രഹ്മാവിൻ്റെ സൃഷ്ടി രസികതയ്ക്ക് തടസ്സം നേരിട്ടു. അപ്പൊ 2 പ്രാവശ്യം ബ്രഹ്മാവിൻ്റെ സൃഷ്ടി രസികതയ്ക്ക് തടസ്സം നേരിട്ടിട്ടുണ്ട്. അത് ഒന്നാമത്തതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, സനകാദികളെടുത്ത് സൃഷ്ടി നടത്താൻ പറഞ്ഞപ്പോൾ പറ്റത്തില്ലെന്ന് പറഞ്ഞു. രണ്ടാമത് രുദ്രനോട് സൃഷ്ടി നടത്താൻ പറഞ്ഞപ്പോൾ സൃഷ്ടി അങ്ങ് നടത്തി. ജനിച്ചത് മൊത്തം ഭൂതഗണങ്ങളാണ്, ഭയങ്കര തമോ ഗുണമുള്ളവര്. ബ്രഹ്മാവ് പോലും ഭയന്നുപോയി. ഈ ഒരു ഘട്ടത്തിലാണ് ബ്രഹ്മാവിൻ്റെ ശരീര അവയവങ്ങളിൽ നിന്ന് ആര് ജനിക്കുന്നത്? മരീചി, അത്രി തുടങ്ങിയ മഹർഷിമാര് ജനിക്കുന്നത്. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. ഇവരെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ല. അജയ എന്നാണ് ആ വാക്ക്. ഇതിനകത്ത് പിരിച്ചെഴുതുമ്പം ജയ എന്ന് കിടക്കും, വായിക്കുമ്പോൾ അജയ. ഇവിടെ വളരെ ശ്രദ്ധിക്കുക. ഈ ബ്രഹ്മാവ് ഈ മരീചി, അത്രി തുടങ്ങിയ മഹർഷിമാരെ സത്യത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം സൂക്ഷിച്ചു വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ മഹർഷിമാര് എന്താണ്? ബ്രഹ്മാവിൻ്റെ ശരീര അവയവങ്ങളിൽ നിന്നുണ്ടായതാണ്. ഇവരെവിടെ നിന്നാണ് ഉണ്ടായത്? ബ്രഹ്മാവിൻ്റെ ശരീര അവയവങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. അതായത് എങ്ങനെ? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രേരണ കൊണ്ട് സ്വയം ഉണ്ടായവരാണ് ഇവർ.
ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രേരണ കൊണ്ട് ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് താനേ വന്നവരാണ്. അല്ലാതെ ബ്രഹ്മാവ് ഒരു സൃഷ്ടി നടത്തിയതല്ല. അത് ഏത് അവയവങ്ങളിൽ നിന്ന് ഏത് മഹർഷിമാർ വന്നു എന്ന് നമ്മുടെ നാരായണീയത്തിൽ പറയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ബ്രഹ്മാവിൻ്റെ അവയവങ്ങളിൽ നിന്ന് മരീചിയും അത്രിയും ഭൃഗുവും വസിഷ്ഠനും നാരദനും ഒക്കെ വന്നു എന്ന് മാത്രമേ നമ്മുടെ നാരായണീയം ശ്ലോകത്തിൽ പറയുന്നുള്ളൂ. പക്ഷേ ശ്രീമദ് ഭാഗവതത്തിൽ ഇത് പറയുന്നുണ്ട്. ഭാഗവത പ്രകാരം മരീചി മഹർഷി മനസ്സിൽ നിന്നും, അത്രി മഹർഷി കണ്ണിൽ നിന്നും, അങ്കിരസ് മുഖത്ത് നിന്നും, ക്രതുമുനി കയ്യിൽ നിന്നും, ഭൃഗു ത്വക്കിൽ നിന്നും, വസിഷ്ഠൻ പ്രാണങ്ങളിൽ നിന്നും, ദക്ഷൻ പെരുവിരലിൽ നിന്നും, നാരദൻ മടിയിൽ നിന്നുമാണ് ജനിച്ചത്. മനസ്സിലായല്ലേ? ഇത് നാരായണീയത്തിലില്ല. ശ്രീമദ് ഭാഗവത പ്രകാരം ഭഗവാന്റെ മനസ്സിൽ നിന്നാണ് മരീചി ജനിച്ചത്. ഭഗവാന്റെ കണ്ണിൽ നിന്ന് അത്രി മഹർഷി, ഭഗവാന്റെ മുഖത്ത് നിന്ന് അങ്കിരസ്, ഭഗവാന്റെ കയ്യിൽ നിന്ന് ക്രതുമുനി, ഭഗവാന്റെ ത്വക്കിൽ നിന്ന് ഭൃഗുമുനി, പ്രാണങ്ങളിൽ നിന്ന് വസിഷ്ഠൻ, പെരുവിരലിൽ നിന്നാണ് ദക്ഷൻ, മടിയിൽ നിന്നാണ് നാരദൻ ജനിച്ചത്. അപ്പൊ ഈ മഹർഷിമാരുടെ പേരുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. മറ്റുള്ളവരുടെ പേര് പറയുമ്പോൾ മരീചി, അത്രി അങ്ങനെ പറയുന്നുള്ളൂ. നാരദ മഹർഷിയുടെ പേര് പറയുമ്പം മാത്രം ശ്രീനാരദൻ എന്ന് പറയുന്നു. മറ്റുള്ള ശ്രീ ഒരു ബഹുമാന്യ സൂചകമായ പദമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ശ്രീ ഭൃഗു മഹർഷി, ശ്രീ അത്രി മഹർഷി, ശ്രീ അങ്കിരസ് മഹർഷി എന്നാണ് പറയേണ്ടത്. പക്ഷേ അത് പറയാതെ നാരദ മഹർഷിക്ക് മാത്രം ഏതു പറഞ്ഞിരിക്കുന്നു? ശ്രീ. അപ്പം മഹർഷിമാരുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ചൊരു പദവി ആർക്ക് നൽകിയിരിക്കുന്നു? നാരദ മുനിക്ക് നൽകിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നാരദ മുനിയെ മാത്രം ശ്രീനാരദ എന്ന് വിളിക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല. നാരദ മഹർഷി ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഭഗവാന്റെ സ്മരണയിൽ മുഴുകുകയാണ് അല്ലേ? നാരദ മഹർഷിയെ സംബന്ധിച്ചിടത്തോളം നാരദ മഹർഷിയുടെ ലോകം മുഴുവനും നാരായണനാണ്. അതുകൊണ്ട് എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പോകുമ്പോഴും എപ്പോഴും നാരായണ 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 നാരായണ. അങ്ങനെ നാരായണനെ ഇരുട്ട വെളുക്കെ ഓരോ ശ്വാസത്തിലും ആര് ജപിക്കുന്നു അവരൊക്കെ ശ്രീനാരദന്മാരാണ്. നിങ്ങൾ ഓർക്കുക, ഭഗവാൻ എത്രമാത്രം പ്രിയപ്പെട്ട ആളാണ് ശ്രീനാരദ മഹർഷി എന്നറിയാമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാരദനാകാം. ഇനിയും സമയമുണ്ട്. നിങ്ങൾക്ക് 70 വയസ്സായിട്ടുണ്ടെങ്കിൽ സാരമില്ല, ഇനിയും നിങ്ങൾക്കൊരു നാരദ മഹർഷിയാകാം. അപ്പൊ സ്ത്രീകൾ ചോദിക്കും, നാരദനാണല്ലേ, ഞങ്ങളെങ്ങനെ നാരദ മഹർഷിയാകും? ലിംഗവ്യത്യാസങ്ങൾ ഭൂമിയിലാണ്. പുരുഷനും നാരദ മഹർഷിയാകാം, സ്ത്രീക്കും നാരദ മഹർഷിയാകാം. ഒറ്റ കാര്യം മാത്രം, നിങ്ങൾ ഉറക്കം എഴുന്നേക്കുന്നിടം തൊട്ട് നാരായണ നാരായണ, ബ്രഷ് എടുത്ത് പല്ല് തേക്കുമ്പോഴും നാരായണ നാരായണ, കുളിക്കുമ്പോഴും ഓരോ മഗ്ഗിലെ വെള്ളം ഒഴിക്കുമ്പോഴും നാരായണ നാരായണ, തലതോർത്തമ്പം നാരായണ നാരായണ, ദേഹം തുടയ്ക്കുമ്പം നാരായണ നാരായണ, വിളക്ക് കത്തിക്കുമ്പം നാരായണ നാരായണ, വീട്ടിലെ സ്റ്റെപ്പ് ഇറങ്ങുമ്പം നാരായണ നാരായണ, ബൈക്ക് ഓടിക്കുമ്പം നാരായണ നാരായണ, കാർ ഓടിക്കുമ്പം നാരായണ നാരായണ, ബസ്സിൽ യാത്ര ചെയ്യുന്നവർ ബസ്സിലിരിക്കുമ്പോൾ ഇതൊന്നും ചുണ്ടനക്കണ്ട, ഹൃദയത്തിൽ പറഞ്ഞാൽ മതി, മനസ്സിൽ നാരായണ നാരായണ. മലക്കറി അരിയുമ്പോൾ, അരി അടുപ്പത്ത് വയ്ക്കുമ്പോൾ, നിങ്ങൾ മത്സ്യം കൂട്ടുന്നവരാണെങ്കിൽ മീൻ കണ്ടിക്കുമ്പോഴും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ എന്താണെന്നുള്ളതൊന്നും പ്രശ്നമല്ല. മലക്കറി വേവിക്കുമ്പോൾ, ചോറുണ്ണാനിരിക്കുമ്പോൾ, ഒരു ഉരുള എടുക്കുന്നതിന് തൊട്ട് മുമ്പ്, അങ്ങനെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇരുട്ട വെളുക്കെ നാരായണ 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 എന്ന് വിളിച്ചാൽ നിങ്ങളും ആരാകും? നാരദ മുനിയാകും. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഒരു വ്യത്യാസം മാത്രം, ഞാൻ വിളിക്കുന്നത് നാരായണ എന്നല്ല, ശ്രീരാധേ 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 ശ്രീരാധേ.
അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാരദ മുനിയാകാനും നിങ്ങളുടെ ഓരോരുത്തരുടെയും നാമത്തിൻ്റെ കൂടെ ശ്രീ, ഇപ്പൊ ഇത് കേൾക്കുന്നത് ഒരു ശോഭനയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ശ്രീ ശോഭനയാകും. ഇത് കേൾക്കുന്നത് ഒരു ഗംഗാധരനാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ശ്രീ ഗംഗാധരനാകാം. അങ്ങനെ നിങ്ങളുടെ പേരിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ശ്രദ്ധിച്ചില്ലേ, മരീചിക്കോ ഒരു മഹർഷിക്കും ശ്രീ ഇല്ല. കാരണം അവരാരും ഇരുട്ട വെളുക്ക ഭഗവാനെ സ്മരിക്കുന്നില്ല. ഇരുട്ട വെളുക്ക ഭഗവാനെ സ്മരിക്കുന്നത് സാക്ഷാൽ നാരദ മഹർഷിയാണ്. അപ്പൊ എൻ്റെ പ്രേക്ഷകരെ, ഇനി എത്ര നാളാണ്? നാളെ കണ്ണു തുറക്കുമെന്ന് അറിയാൻ പോലും പറ്റത്തില്ല, നാളെ ജീവിച്ചിരിക്കുമെന്ന് അറിയാൻ പറ്റില്ല. ദയവ് ചെയ്ത് ഇനി ശേഷിക്കുന്ന കാര്യം ചവറ് ചിന്തകളിൽ മുഴുകി പാഴാക്കാതെ ഞാൻ പറഞ്ഞതുപോലെ വിളിക്കൂ, നാരായണ 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 നാരായണ, രാധാറാണിയുടെ നാരായണ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.